പശ്ചിമ ബംഗാളിൽ സർക്കാർ രൂപീകരിക്കാൻ നീക്കം ആരംഭിച്ച് ബി. സത്യപ്രതിജ്ഞ മെയ് 10 മുൻപ് നടന്നേക്കുമെന്നാണ് ബി വൃത്തങ്ങൾ അറിയിച്ചത്. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി മുതിർന്ന ബി നേതാക്കളുടെ യോഗം ഡൽഹിയിൽ നടക്കും. ഈ യോഗത്തിൽ സുവേന്ദു അധികാരി, സാമിക് ഭട്ടാചാര്യ, ഭൂപേന്ദ്ര യാദവ്, സുനിൽ ബൻസാൻ, ബിപ്ലിക് ദേവ്, അമിത് മാളവ്യ എന്നിവർ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി പ്രസിഡന്റ് നിതിൻ നവീൻ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ മന്ത്രിസഭയെയും സംസ്ഥാനത്തിന്റെ ഭാവി രാഷ്ട്രീയ തന്ത്രത്തെയും കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും. യോഗം ഇന്ന് രാത്രി വൈകിയോ നാളെയോ നടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. ബംഗാളിന്റെ സംസ്കാരവും പാരമ്പര്യവും കണക്കിലെടുത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ മെയ് 9 നടത്തുമെന്നാണ് കരുതുന്നത്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2/3 ഭൂരിപക്ഷം നേടി ബി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 206 സീറ്റുകൾ നേടിയാണ് ബി ചരിത്രം സൃഷ്ടിച്ചത്. ഇതിനിടെ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ബി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയും ഏറുന്നു. ഭവാനിപൂരിൽ 15,105 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സുവേന്ദു അധികാരി മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയത്. ഭവാനിപൂരിന് പുറമെ നന്ദിഗ്രാം മണ്ഡലത്തിലും അദ്ദേഹം വിജയിച്ചു. നന്ദിഗ്രാമിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പവിത്ര കർക്കെതിരെ 9,665 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത്. 2021 തിരഞ്ഞെടുപ്പിലും നന്ദിഗ്രാമിൽ സുവേന്ദു മമതയെ പരാജയപ്പെടുത്തിയിരുന്നു. മമതയെ അവരുടെ തട്ടകത്തിൽ തന്നെ വീഴ്ത്തിയതിന് സുവേന്ദു അധികാരിക്ക് മുഖ്യമന്ത്രി പദം നൽകിയേക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സംസ്ഥാന അധ്യക്ഷൻ സാമിക് ഭട്ടാചാര്യ, പാർട്ടി വൈസ് പ്രസിഡന്റ് അഗ്നിമിത്ര പോൾ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ടെന്ന് കേൾക്കുന്നു. അസൻസോൾ ദക്ഷിണയിൽ നിന്നും വിജയിച്ച അഗ്നിമിത്ര പോൾ പാർട്ടിക്ക് ഒരു വനിതാ മുഖ്യമന്ത്രിയെയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ പ്രധാന പരിഗണന ലഭിക്കാൻ സാധ്യതയുള്ള നേതാവാണ്. സാമിക് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലാണ് പാർട്ടി ബംഗാളിൽ ആദ്യ വിജയം നേടിയത് എന്നത് അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ്. വരും ദിവസങ്ങളിൽ ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും.